കേരളത്തിൽ സാന്ത്വന പരിചരണം സാർവത്രികമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. സാന്ത്വന പരിചരണ രംഗത്തെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തില്ലെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലാതല പാലിയേറ്റീവ് സംഗമം തൃത്താല ഞാങ്ങാട്ടിരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വാതന്ത്ര്യ പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ അർപ്പണ ബുദ്ധിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഇത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായിട്ട് കോവിഡിനെ നേരിടാൻ കഴിഞ്ഞ സംസ്ഥാനമായിട്ട് മാറിയത് ജനകീയമായിട്ട് അതിനെ നേരിട്ടുള്ളതാണ്. അതിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് ഈ ജനകീയതയാണ്. ആ ജനകീയതയുടെ അടിസ്ഥാനം കേരളത്തിൽ ആഴത്തിൽ വേരൂടിയിട്ടുള്ള ജനാധിപത്യ സംസ്കാരമാണ്. അതിനെ ബലപ്പെടുത്തി നിർത്തുന്നത് നമ്മുടെ ഇടയിൽ മറ്റ് വേർതിരിവുകളില്ല എന്നതാണ്. എന്തുകൊണ്ടാണ് മറ്റൊരിടത്തും ഇത് സാധ്യമാവാത്തത് കൂടി ആലോചിക്കണമെന്ന്. എന്താണ് അതിൻ്റെ കാരണം? എന്തുകൊണ്ട് കേരളത്തിൽ മാത്രമേ സാധ്യമാവുന്നത്? ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലുള്ള വേർതിരിവില്ല. മറ്റെല്ലായിടത്തും മനുഷ്യർ വേറെ വേറെ കള്ളിയില്ല. ആ കള്ളി പൊളിച്ച് അടുത്തേക്ക് വരാൻ പറ്റില്ല. ഇങ്ങനെ ചേർന്നിരിക്കാൻ പറ്റില്ല. അതാണ് കേരളത്തിൽ അത് സാധ്യമാവും. അപ്പം നമ്മൾ കാണേണ്ടത് ഇതാണ് നമ്മുടെ കരുത്ത് എന്നതാണ്. ഇതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ സാധ്യമാവുന്നത് എന്നതാണ്. അത് സംരക്ഷിക്കണം. ജാതി, മതം, കക്ഷി രാഷ്ട്രീയം അത്തരം വേർതിരിവുകൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് തടസ്സമായിട്ടില്ല. അതുകൊണ്ട് ഈ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സാന്ത്വന പരിചരണ പ്രസ്ഥാനത്തെ കൂടുതൽ വിപുലീകരിക്കണം എന്നതാണ് സർക്കാർ കണ്ടത്. തൃത്താല ഞാങ്ങാട്ടിരി AUP സ്കൂളിൽ വെച്ചായിരുന്നു ജില്ലാതല പാലിറ്റീവ് വോളണ്ടിയർ സംഗമം സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം ഞാങ്ങാട്ടിരി പ്രത്യാശ പാലിറ്റീവ് കെയർ സെന്ററിനായി TK നാരായണൻ സംഭാവന ചെയ്ത സ്ഥലത്തിൻ്റെയും TV മുഹമ്മദ് കുട്ടി സംഭാവന ചെയ്ത വാഹനത്തിൻ്റെയും രേഖകൾ ചടങ്ങിൽ മന്ത്രി ഏറ്റുവാങ്ങി. TK നാരായണൻ, TV മുഹമ്മദ് കുട്ടി എന്നിവരെ മന്ത്രി ആദരിച്ചു. ചടങ്ങിൽ സംഘടനാ പ്രസിഡന്റ് VP ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. M പ്രദീപ് ആമുഖ പ്രഭാഷണം നടത്തി. TK നാരായണൻ, TV മുഹമ്മദ് കുട്ടി, PK ജയ, A കൃഷ്ണകുമാർ മാസ്റ്റർ, K പ്രീത, TVM അലി തുടങ്ങിയവർ സംസാരിച്ചു. M ബ്രഹ്മദത്തൻ സ്വാഗതവും TK ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു. വോളണ്ടിയർ പരിശീലനം, നേഴ്സസ് പരിശീലനം, ജില്ലാ ഭാരവാഹി സംഗമം എന്നിവയും ഉണ്ടായിരുന്നു. NCV ന്യൂസ് തൃത്താല. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.